ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. സൂര്യ, എന്താ ഇവിടെ നിൽക്കുന്നേ? കിടക്കുന്നില്ലേ? പുറത്ത് നല്ല തണുത്ത കാറ്റുണ്ട്. അല്ല, ഭാനുവിനെ കണ്ടോ? അവളെന്ത് പറയുന്നു? ഞാൻ അങ്ങോട്ട് പോവാൻ വേണ്ടി പോയതാ. അപ്പോൾ അമ്മ അവളോട് സംസാരിക്കുന്ന കണ്ടു. പിന്നെ ഞാനിങ്ങ് പോന്നു. ആന്റിയോട് ഭാനു വല്ലതും പറയൂ? ഏയ്, അതിനുള്ള ധൈര്യമൊന്നും അവൾ കാണിക്കില്ല. ആന്റി അത്ര നിസ്സാരമായിട്ട് കാണണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കും. അമ്മയ്ക്ക് സംശയം കാണാതിരിക്കില്ല സൂര്യ. ഒന്നാമത്തെ സംശയം, ഭാനുവിനെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. രണ്ടാമത്തെ സംശയം, സൂര്യയുടെ വീട്ടിൽ നിന്ന് നമ്മൾ വന്നിട്ട് തിരിച്ചു പോവാത്തത്. അത് ശരിയാ. അവിടെ സുനിലിന്റെ പ്രശ്നം ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചു പോവാത്തതില് ആന്റിക്ക് സംശയം തോന്നാം. ഇനിയിപ്പം മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സൂര്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? താൻ തന്നെ ഒരു മാർഗം കണ്ടുപിടിക്കുക. ഭാനുവിന് ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ? അതെ, അവളിനി കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ചിലതൊക്കെ അറിയാനുണ്ട്. ക്യാമ്പിന് പോയ അവൾ എന്തിനാ റിസോർട്ടിലേക്ക് പോയത്? അത് ഞാനും ചിന്തിച്ചാണ് ഭാവന. ഇനി മറ്റെന്തെങ്കിലും കാരണം കാണോ? അതും അറിയണം സൂര്യ. എന്തായാലും ക്യാമ്പ് അറ്റൻഡ് ചെയ്യാത്തത് എന്താണെന്നുള്ളൊരു അന്വേഷണം ഉണ്ടാവും. അവിടെയും ഭാനു കള്ളം പറയേണ്ടി വരും. കൂടെ ഉണ്ടായിരുന്നവർ എന്താ ഉണ്ടായെന്ന് പറയില്ലേ? അധികം ആരും ഈ വിവരം അറിഞ്ഞിട്ടില്ല സൂര്യ. അതെന്തായാലും നന്നായി. റിസോർട്ടൊക്കെ പബ്ലിക് പ്ലേസ് അല്ലേ ഭാവന? ആരുടെയെങ്കിലും കണ്ണിപ്പെട്ടാൽ എന്ത് ചെയ്യും? അതാ സൂര്യ ഞാൻ CCTV ഫുട്ടേജ് വാങ്ങാൻ പറഞ്ഞത്. ജയേഷ് ഭാനുവിനെ അവിടെ കൊണ്ടുവന്നപ്പോ അവൾക്ക് സ്വബോധം ഇല്ലായിരുന്നു എന്നാ അവൻ പറഞ്ഞത്. ഇനി ജയേഷ് കള്ളം പറഞ്ഞതാണെങ്കിലോ? സ്വബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ഭാനുവിന് ഓർമ്മ കാണുമല്ലോ. താനൊന്ന് സംസാരിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ഭാനുവിനൊപ്പം കിടക്കാൻ സൂര്യ. എന്നാലേ എനിക്ക് അവളോട് സംസാരിക്കാൻ പറ്റൂ. അല്ല, താൻ ഭാനുവിനോടൊപ്പം കിടന്ന ആന്റി സംശയിക്കില്ലേ? ഏയ്, അങ്ങനെയൊന്നും സംശയിക്കില്ല. അന്ന് ധ്രുവന്റെ കേസ് നടക്കുമ്പോഴും ഭാനുവിനെ എന്നോടൊപ്പം ഞാൻ കിടത്തിയിരുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ മക്കളെയും പഠിപ്പിച്ചൊരു സ്ഥാനത്തെത്തിക്കുന്നത് വരെ മാതാപിതാക്കള് എത്രമാത്രം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടാവും. നമ്മളൊന്നും പഠിച്ചിരുന്ന കാലമല്ലല്ലോ ഇപ്പോൾ. ഓരോ ചുവടിന് പിന്നിലും കെണിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ തരണം ചെയ്ത് ഒരുവിധം രക്ഷപ്പെടുത്തി വിട്ടാലും പെൺകുട്ടികളുടെ കാര്യം കഷ്ടം തന്നെയാണ്. അവളെ കല്യാണം കഴിക്കുന്നവൻ നല്ലതല്ലെങ്കിൽ അതോടെ തീർന്നു. അതെ സൂര്യ, ഈ ജയേഷ് ഇനി ആരാണ്, അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ എങ്ങനെ അറിയാനാ? നമുക്ക് നോക്കാം ഭാവന. എന്തായാലും ഭാനു അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളൊന്നും അല്ലല്ലോ. എത്ര ബുദ്ധിമതിയായാലും കെണിയിൽ വീഴാൻ അധികം സമയമൊന്നും വേണ്ട സൂര്യ. ഭാമയുടെ കാര്യം തന്നെ എടുത്തു നോക്കി അറിയാലോ. ഈ വീട്ടിലെ ഏറ്റവും സാധുവായിരുന്നു അവള്. എന്നിട്ട് അവള് കാണിച്ചതോ? അഭിയൊരു നല്ലവനായതുകൊണ്ട് ഭാമ രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിലോ? എന്നിട്ടും പലവട്ടം അഭിക്ക് ഭാമയെ നഷ്ടപ്പെടാൻ പോയതല്ലേ സൂര്യ. അഭിയുടെയും ശ്രീപ്രിയയുടെയും കല്യാണം നടത്താൻ വരെ പലതവണ അമ്പാലിക എന്റെ നോക്കിയതല്ലേ. അതൊന്നും ഓർക്കാൻ പോലും എനിക്ക് വയ്യ. അവിടെയൊക്കെ ബുദ്ധിപൂർവ്വം നിന്നതാരാ? താനില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഭാമ ഇന്ന് വഴിയാധാരമാവുമായിരുന്നു. താൻ ചെല്ല, ഭാനുവിനോട് സൗകര്യം പോലെ സംസാരിക്കുക. നാളെ നേരം പുലരുമ്പോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവണം. ശരി സൂര്യ. സൂര്യ കിടക്കുന്നില്ലേ? ഞാൻ കുറച്ചേരം കൂടി ഇവിടെ നിൽക്കാൻ പോവാ. താൻ ചെല്ല.